ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബ്ലൂവും ഒരു വൈറ്റ് വെച്ചിട്ട് ഒരു ഷെയ്ഡ് ചെയ്തിരുന്നു, വെറ്റ് ഓൺ വെറ്റ്. അത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിരുന്നു എംബ്രോയ്ഡറിയോ പെയിൻറ്റിങ്ങോ സീനറി എന്ത് വേണമെങ്കിൽ അതിൽ ചെയ്യാമെന്നുള്ളത്. അപ്പം ഞാൻ അതിൽ ഇന്നൊരു സിമ്പിളായിട്ടൊരു വർക്ക് വേഗം തന്നെ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഇന്നലെ ചെയ്ത് വെച്ചത്. അത് ഡ്രൈ ആയി കഴിഞ്ഞു. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഒരു കുഷനാക്കാനോ പിന്നെ ബെഡ്ഷീറ്റിലോ സാരിയിലോ അതുപോട്ടെയിലൊക്കെ ഇങ്ങനത്തെ ഡിസൈൻസ് തന്നെ ചെയ്യാം. ഒന്നും ചെയ്യാതെ തന്നെ ചെയ്താലും ഭംഗിയായിട്ട് റൗണ്ട് വന്നാൽ. അപ്പോൾ നമ്മൾ ഇന്നതിൽ ചെറിയ സിമ്പിളായിട്ടൊരു സ്ട്രോക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ കുറച്ച് ഇത് ഫാബ്രിക് പെയിൻ്റാണ്. ഞാൻ ഫെവിക്രിലിൻ്റെ ഫാബ്രിക് പെയിൻ്റ് യെല്ലോ, ഗ്രീന്, വൈറ്റ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെ ചെയ്യണം, കുറച്ച് യെല്ലോ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് പെയിൻറ്റ്സ്, കുറച്ച് പുല്ലും ഇതൊക്കെയാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഗ്രീനും യെല്ലോ എല്ലാം എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ചൊരു ഗ്രീനിഷ് കളറും യെല്ലോയിഷ് കളറും വൈറ്റും എല്ലാം വരുന്നുണ്ട്. രണ്ട് മിനിറ്റ് വെയിറ്റ്. ഞാൻ ഇതിനെ കുറച്ചൊരു ബ്ലൂ ഒക്കെ ഇത് കാണുന്നില്ല, അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു ബ്ലൂ ഒക്കെ ചേർത്തിട്ടുണ്ട്. എനിക്കൊന്ന് ബ്ലാക്കും ചേർക്കാം കേട്ടോ. ബ്ലാക്ക് എനിക്ക് ഉപയോഗിക്കുന്നില്ല. ബ്ലൂവും ഗ്രീനും വൈറ്റും എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. യെല്ലോ ഒക്കെ വീണ്ടും കുറച്ചും കൂടിയൊക്കെ കൊടുക്കാം. ഇതിൽ പെട്ടെന്ന് തന്നെ ഒരു കതിര് മാതിരി ഡിസൈനാണ് ചെയ്യുന്നത്. കുറച്ച് വൈറ്റ് വെച്ച് കൊടുത്തു. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ നമുക്ക് വൈറ്റ് മാത്രമുള്ളൊരു ഡിസൈൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, വൈറ്റ് കളറിനോട് ഇഷ്ടമാണെങ്കിൽ അത് മാച്ച് ചെയ്തൊക്കെ ചെയ്യണമെങ്കിൽ വൈറ്റാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിതിന് ഇപ്പം ഒന്ന് കളർ മാറ്റാൻ പോകുന്നു. വൈറ്റ് ബേസ് കൊടുത്തൊന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു, റെഡ് എടുത്തിട്ട് കുറച്ച് റെഡ് എടുത്തിട്ട് ഇതിന് മേലെ വെച്ച് കൊടുക്കും. ക്രിംസൺ റെഡാണ്. അപ്പം നമുക്ക് റെഡല്ല വേണ്ട, പിങ്കാണ് വേണമെങ്കിൽ അല്ലെങ്കിൽ റോസാ വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് വീണ്ടും വെച്ച് കൊടുത്താൽ മതി. റോസ് കളറിലേക്ക് ഇഷ്ടം വരും. ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഒന്നുകൂടി നമ്മൾ ആദ്യം ചെയ്ത് വെച്ച ആ പുല്ലൊന്നും കൂടി റെഡിയാക്കണം. ഗ്രീനൊന്ന് ഡാർക്കാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബ്ലൂ എടുക്കുന്നുണ്ട്.
അപ്പം നമ്മളിങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. ഇതിപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഭംഗി ശരിക്കും അറിയാം. ഇങ്ങനെ അടുത്ത് വരുമ്പോൾ അതെങ്ങനെയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. സിമ്പിളായിട്ട് നമ്മളതൊരു കതിര് വരച്ചു. അത് വരച്ചതിന് ശേഷം വൈറ്റ് കുറച്ച് ചെയ്തു. വൈറ്റിന് മേലെ കുറച്ച് ക്രിംസൺ റെഡ് ഉപയോഗിച്ചു. ഇതെല്ലാം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഫെവിക്രിലിൻ്റെ സാധാരണത്തെ കിറ്റാണ്, ലൈലാക്ക് കിറ്റ് എന്ന് പറയും. അത് വൈറ്റ് ക്യാപ്പുള്ളതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വൈറ്റ് ക്യാപ്പ് എന്താണെന്നുള്ളതും നീല ക്യാപ്പിൻ്റെയും വ്യത്യാസം ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. ഇത് ഓൾ പർപ്പസാണ് വൈറ്റ്. അപ്പോൾ ഞാൻ അതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളൊക്കെ ചെയ്ത് നോക്കുക. ഇനിയും ഇതിനെ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഗ്ലേസിങ് ഗ്ലിറ്ററൊക്കെ ഇഷ്ടമുള്ളവർക്ക് 3D ഉണ്ട്, ഗോൾഡ് പൗഡർ ഉണ്ട്, അതൊക്കെ വെച്ചിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യും. താങ്ക് യു.